കാടിനപ്പുറത്തുള്ള മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അന്നയെ കാണുമ്പോൾ റെഡ് റൈഡിംഗ് ഹുഡിന്റെ ഓർമ്മ വരുന്നതാണ് ചിലരുടെയൊക്കെ കമന്റ്. കഥയിലേതുപോലെ വഴിയിൽ ചെന്നായി ഉണ്ടാവുമോ, പേടിയാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. ചെന്നായ്ക്കൾ ഉണ്ടെന്ന് മാത്രമല്ല, ഇത് പെരുകിയിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് 46%. അതുകൊണ്ട് തന്നെ ഇതിനെ വേട്ടയാടി കൊല്ലാനുള്ള പെർമിഷനും ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹണ്ടേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ള എണ്ണം അനുസരിച്ച് കൃത്യമായിട്ട് അവയെ വേട്ടയാടുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റെഡ് റൈഡിംഗ് ഹുഡിന്റെയും വോൾഫിന്റെയും കാര്യമാണ്. അങ്ങനെ പതിവ് പോലെ അന്ന എന്ന് വന്ന് ഏവക്കുട്ടനെയും കൂട്ടി പോയ ശേഷം ഇരുട്ടായപ്പോ നമ്മൾ അവളെ വിളിക്കാൻ ചെന്നപ്പോ കണ്ട കാഴ്ചയാണ് ഇതാ. രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുന്നത് റെഡ് റൈഡിംഗ് ഹുഡിന്റെയും വോൾഫിന്റെയും ഗെയിമാണ്. വോൾഫിനും റെഡ് റൈഡിംഗ് ഹുഡിനും വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഗെയിം. ചെന്ന് കണ്ടപ്പോ അവരെക്കാട്ടി കുഞ്ഞു മനസ്സുള്ള ഞങ്ങളെ രണ്ടുപേരും അത് വാങ്ങിച്ച് കളിക്കാൻ തുടങ്ങി. അതിന്റെ ബുക്കിൽ കൊടുത്തിട്ടുള്ള പോലെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഏവക്കുട്ടി അതൊക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയാണ് ചെയ്തു തീർത്തത്. അങ്ങനെ ഗെയിം ഒക്കെ കളിച്ചു കഴിഞ്ഞ് പോകാനായി ഇറങ്ങിയപ്പോൾ അന്നെ അവൾക്ക് അത് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഗെയിമിനോടൊപ്പം റെഡ് റൈഡിംഗ് ഹുഡിന്റെയും വോൾഫിന്റെ ഒരു കഥാപുസ്തകം കൂടി ഉണ്ടായിരുന്നു. അത് വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി അവൾക്ക് അതൊക്കെ വായിച്ചു കൊടുക്കുകയും ചെയ്തു. ഏവക്കുട്ടിയോടൊപ്പം കഥ കേൾക്കുവാനായി പുറത്തെ ഇരുട്ടിൽ ജനാലയ്ക്കപ്പുറം 2 തിളങ്ങുന്ന കണ്ണുകൾ കൂടി ഉണ്ടായിരുന്നുവെന്നാണ്.